നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഇക്കുറി ഒറ്റപ്പാലം നഗരസഭ ഭരണം UDF പിടിക്കുമെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. അഭിപ്രായ ഭിന്നതകളില്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും UDFന്റെ ഐക്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ യാതൊന്നും ഇല്ലാതെ മുന്നണി സംവിധാനം ആദ്യമേ ഞങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുകയും എല്ലാ തരത്തിലുമുള്ള ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ മുന്നണിയുടെ ഘടകകക്ഷികളാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും എവിടെയും ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പടലപ്പിടക്കങ്ങളോ ഒന്നുമില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഐക്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒറ്റപ്പാലം നഗരസഭയിൽ UDFന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര മുന്നണിയും സ്വതന്ത്രന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ എന്നിവരും മത്സര രംഗത്തുണ്ട്. 2 SC വനിതാ വാർഡുകളും വിജയസാധ്യത ഉള്ള വാർഡാണെന്നും വിജയശേഷം മാത്രമേ ചെയർപേഴ്സൺ ആരെന്ന് തീരുമാനിക്കൂ എന്നും NK ജയരാജൻ പറഞ്ഞു. 39 വാർഡുകളിൽ 4 സീറ്റുകളിൽ ലീഗ് മത്സരിക്കും. 4 സീറ്റിൽ സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥികളെയും 2 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും 1 സീറ്റിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കാനാണ് തീരുമാനം. കഴിഞ്ഞ തവണ കൗൺസിൽ അംഗമായ മായ ഇക്കുറിയും മത്സര രംഗത്തുണ്ട്.